മത്സരാധിഷ്ഠിത വിപണിയിൽ ഒരു കമ്പനിയുടെ ദീർഘകാല വിജയത്തിനും നിലനിൽപ്പിനും വേണ്ടി ശക്തവും വ്യക്തവുമായ വളർച്ചാ വികസന പദ്ധതികൾ യഥാസമയം ആവിഷ്കരിക്കേണ്ടത് അനിവാര്യതയാണ്. ഇത്തരത്തിൽ ഭാവിയെ മുൻനിർത്തിയുള്ള വളർച്ചാ പദ്ധതികളിലൂടെ കമ്പനിയുടെ വരുമാനം ഉയർത്തുന്നതിനും നിക്ഷേപകർക്ക് കമ്പനിയിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനും എതിരാളി കമ്പനികളുമായുള്ള മത്സരത്തിൽ മുൻതൂക്കം ലഭിക്കുന്നതിനും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദീർഘകാലം കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ സജീവമായി നിലനിർത്തുന്നതിനും പ്രതിഭയുള്ള ജീവനക്കാരെ കമ്പനിയിലേക്ക് ആകർഷിക്കുന്നതിനും ബിസിനസ്സിൽ അന്തർലീനമായിട്ടുള്ള റിസ്ക് ഘടകം ലഘൂകരിക്കുന്നതിനുമൊക്കെ കമ്പനിയുടെ ഭാഗത്തുനിന്നും തന്ത്രപരവും സുസ്ഥിരവുമായ വളർച്ചാ പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ട്. ഇത് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയും കാഴ്ചപ്പാടുമൊക്കെ വെളിവാക്കുന്ന ഘടകവുമാണ്. മാത്രവുമല്ല, കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ ദിശാബോധം നിക്ഷേപകർക്കും പകർന്നു നൽകുന്ന നീക്കവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ വളർച്ചാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള 4 ബജാജ് ഗ്രൂപ്പ് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ബജാജ് ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനികളിലൊന്നാണ് ബജാജ് ഓട്ടോ ലിമിറ്റഡ്. പ്രധാനമായും ഇരുചക്ര മുചക്ര വാഹനങ്ങളാണ് കമ്പനി നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ ഇരുചക്ര വാഹന വിഭാഗത്തിൽ രണ്ടാമത്തെ വലിയ കമ്പനിയും മുചക്ര വാഹന വിഭാഗത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയുമാണ് ബജാജ് ഓട്ടോ. ഇന്ത്യക്ക് പുറമെ 80ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് ബജാജ് ഓട്ടോയുടെ വിവിധ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. നിലവിൽ കമ്പനിയുടെ മൊത്തം വിറ്റുവരവിൻ്റെ 40% ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അതിനാൽ ബ്രസീലിലെ നിർമ്മാണശാല വികസിപ്പിക്കാൻ ബജാജ് ഓട്ടോ പരിശ്രമിക്കുകയാണ്. ഇതിലൂടെ വിദേശ വിപണിയിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരക്ഷമത ആർജിക്കുവാനും കമ്പനിയുടെ ലാഭമാർജിൻ മെച്ചപ്പെടുത്താനും കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ വിഭാഗത്തിലെ തന്ത്രപരമായ നീക്കങ്ങളും കമ്പനിയുടെ ലാഭക്ഷമത ഉയർത്താനും വൈദ്യുത മുചക്ര വാഹന വിപണിയിൽ മേധാവിത്വം നേടുന്നതിനും ബജാജ് ഓട്ടോയെ സഹായിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. കൂടാതെ പൾസർ ബ്രാൻഡിലും പുതുതര വാഹനങ്ങൾ അവതരിപ്പിച്ചും പ്രീമിയം വിഭാഗത്തിലേക്ക് കടക്കാനുള്ള ശ്രമവും ഫലം കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 2.55 ലക്ഷം കോടി രൂപയാണ് നിലവിൽ ബജാജ് ഓട്ടോയുടെ വിപണി മൂല്യമായി രേഖപ്പെടുത്തുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപകർക്ക് ഉയർന്ന പ്രതിയോഹരി ലാഭവിഹിതം കൈമാറുന്ന ലിസ്റ്റഡ് കമ്പനിയുമാണിത്. നിലവിൽ 9,140 രൂപ നിലവാരത്തിലാണ് ബജാജ് ഓട്ടോ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. റീറ്റെയിൽ, SME, കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് വിഭാഗത്തിന് നൽകുന്ന വായ്പകളിൽ ഈ ബജാജ് ഗ്രൂപ്പ് കമ്പനിക്ക് ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലെൻഡിംഗ് പോർട്ട്ഫോളിയോയാണ് ബജാജ് ഫിനാൻസിൻ്റെ സവിശേഷതകളിലൊന്ന്. ബജാജ് ഫിനാൻസിൻ്റെ സവിശേഷതകളിലൊന്ന്. നിക്ഷേപകരിൽ നിന്നും കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും നിക്ഷേപവും കമ്പനി സ്വീകരിക്കുന്നുണ്ട്. ഉത്സവ സീസണുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് മുൻകറെ പണമൊന്നും നൽകാതെ തന്നെ വായ്പ അനുവദിക്കുന്ന സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്കീമുകൾ ബജാജ് ഫിനാൻസ് അവതരിപ്പിക്കാറുണ്ട്. വലിയ തോതിൽ സ്വീകാര്യത ആർജിച്ചിട്ടുള്ള ഒരു ബിസിനസ് നീക്കവുമായിരുന്നു അത്. ഇനി ഡിജിറ്റൽ ലോണുകളിലേക്കും MSME ഫിനാൻസിംഗ് മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ഇതിനായി ടെക്നോളജി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനാണ് ബജാജ് ഫിനാൻസ് മുൻഗണന നൽകുന്നത്. അതുപോലെ കമ്പനിയുടെ കാര്യക്ഷമത ഉയർത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും കമ്പനി തേടുന്നുണ്ട്. നിലവിൽ 1000 രൂപ നിലവാരത്തിലാണ് ബജാജ് ഫിനാൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഏകദേശം 6.26 ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. ബജാജ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ധനകാര്യ സേവന സ്ഥാപനങ്ങളുടെ ഹോൾഡിംഗ് കമ്പനിയാണ് ബജാജ് ഫിൻസർവ് ലിമിറ്റഡ്. ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ലാഭക്ഷമത ഉയർത്താനാണ് കമ്പനി നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പരിഗണന. ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് വിഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് പരിശ്രമിക്കുന്നതിനൊപ്പം റിസ്ക് ഘടകങ്ങൾ കുറയ്ക്കുന്നതിന് അച്ചടക്കത്തോടെ അണ്ടർ റൈറ്റിങ്ങിനും ബജാജ് ഫിൻസർവ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ സുസ്ഥിരവും വൈവിധ്യപൂർണ്ണമായ ദീർഘകാല വളർച്ചയ്ക്ക് ഉതകുന്ന ന്യൂ ഏജ് ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോംസിൻ്റെ സന്ദർഭോചിതമായ വികസനത്തിലും കമ്പനി പരിഗണന നൽകുന്നു. ചുരുക്കത്തിൽ ലാഭമാർജിൻ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള സുസ്ഥിര വളർച്ചയ്ക്കാണ് ബജാജ് ഫിൻസർവ് ലക്ഷ്യമിടുന്നതെന്ന് സാരം. ഏകദേശം 3.27 ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. നിലവിൽ 2,050 രൂപ നിലവാരത്തിലാണ് ബജാജ് ഫിൻസർവ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറഞ്ഞ കാലത്തിനുള്ളിൽ രാജ്യത്തെ ഭവന വായ്പാ വിപണിയിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന പ്രമുഖ ബാങ്കേതര ധനകാര്യ സ്ഥാപനമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. ഹോം ലോൺ, ലോൺ ബാലൻസ് ട്രാൻസ്ഫർ, പ്രോപ്പർട്ടി ലോൺ, ഡെവലപ്പർ ലോൺ തുടങ്ങിയ ധനകാര്യ സേവനങ്ങളിലാണ് ഈ ബജാജ് ഗ്രൂപ്പ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലാഭക്ഷമത ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതും. 2024 സെപ്റ്റംബറിലായിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO നടപടികൾ പൂർത്തിയാക്കി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് നടത്തിയത്. ഏകദേശം 80,000 കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. നിലവിൽ 96 രൂപ നിലവാരത്തിലാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച ബജാജ് ഗ്രൂപ്പ് ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തവിശേഷങ്ങളും ET മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.